ഈ ആമോദത്തോടെ വസിച്ച കാലം, എള്ളോളമില്ല പൊളി വചനം, അല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു ഭരണം, അങ്ങനെ നമ്മളെ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി. ആ ചക്രവർത്തിക്ക് എന്താ ഇങ്ങനെ പറ്റിയത്? അത് ചില ആൾക്കാർ ഇതിനെ ഓണത്തിനെ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാനെ കുറ്റപ്പെടുത്തിയും പിന്നെ ഇത്ര ഉദാരമനസ്കനായ ബലി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിലിപ്പോൾ ആദ്യം തന്നെ മോഹിനിയായിട്ട് ഭഗവാൻ വന്നപ്പോൾ തന്നെ പക്ഷപാതം കാണിച്ചു എന്ന്. അതായത് അമൃത് പിന്നെ ദേവന്മാർക്ക് മാത്രം കൊടുത്തു. അതേസമയം ഇത് അമൃത് കടയാൻ രണ്ട് കൂട്ടരെയും ഭഗവാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്, രണ്ട് കൂട്ടരും വേണമെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഈ മോഹത്തിൽ മയങ്ങുന്നവർക്ക് അമരത്വം കിട്ടില്ല. അമൃതം എന്ന് പറഞ്ഞാൽ അമരത്വമാണ്. ഇവർ മോഹിനിയായിട്ട് എന്നപ്പോൾ അതിൽ മയങ്ങിപ്പോയി അസുരന്മാർ. അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, മോഹത്തിൽ പെടുന്നവർക്ക് അമരത്വം അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാവില്ല, ആ പ്രകാശം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ അസുരന്മാർക്ക് ഇത് കൊടുക്കാതിരുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ രമിച്ച് ജീവിക്കുന്ന മോഹത്തിൽ ആണ്ട് കിടക്കുന്നവർക്ക് അമരത്വം അത് ഇമ്പോസിബിളാണ്. കാരണം ഒന്നിൽ നിന്ന് അകലുമ്പോൾ മറ്റത് കിട്ടൂ. ആത്മാവിൽ നിന്ന് അകലുമ്പോൾ ഇന്ദ്രിയ വിഷയത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴും. ഇന്ദ്രിയങ്ങളിൽ നിന്ന് അകലുമ്പോൾ, വിഷയലോകത്തിൽ നിന്ന് അകലുമ്പോഴേ ആത്മാവിൽ ചെല്ലാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റായിട്ട് രണ്ട് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ പക്ഷപാതം ഭഗവാൻ കാണിച്ചത്. പിന്നീട് വരുന്നത് ഈ മഹാബലിയെ എന്തുകൊണ്ട് അദ്ദേഹം ചവിട്ടി താഴ്ത്തി? മഹാബലി വളരെ മഹാമനസ്കനല്ലേ, അദ്ദേഹം എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്നല്ലേ ഈ ബ്രഹ്മചാരിയായ വാമനോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് ചോദിച്ചു ഇതെല്ലാം കൈക്കലാക്കിയിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ താഴേക്ക് വിട്ടത്? അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിയില്ല. അതിൽ ഭാഗവതത്തിൽ പറയുന്നത്, അദ്ദേഹം മൂന്നാമത് എൻ്റെ പാദം എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ എല്ലാം അറിയുന്ന, അതായത് ഒരു സംസ്കാര സമ്പന്നനായ ഈ ബലി അദ്ദേഹത്തോട് എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ ശിരസിൽ പാദം വയ്ക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഭാഗവതത്തിൽ പറയുന്നത്, പാദം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വരുണൻ ബദ്ധനാക്കി എന്നാണ്, വരുണൻ ബന്ധിച്ചു എന്നാണ്. അപ്പോൾ വരുണൻ ഈ മഹാബലിയെ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ, ഈ വരുണൻ എന്ന് പറഞ്ഞാൽ അധോലോകങ്ങളിൽ ഒന്നായ ഒരു ലോകത്തിൻ്റെ അധിപതിയാണ്, ജലതത്വത്തിൻ്റെ അധിപതിയാണ് വരുണൻ. അപ്പോൾ ആ വരുണൻ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇദ്ദേഹം അധോലോകത്തേക്ക് പോയി. ഈ അധോലോകമാണ് അസുരന്മാരുടെ ശരിക്കുള്ള ലോകം, അവർക്ക് പറഞ്ഞിട്ടുള്ള ലോകമാണ്. ഈ അധോലോകം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് അകന്ന് ഇന്ദ്രിയ സുഖം തേടുന്നവർ എന്നേ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ലോകങ്ങളായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് കഥയുടെ കൊഴുപ്പിന് വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാ മനുഷ്യരുടെ ഇടയിലും അങ്ങനെയുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെ ആസുരിക സ്വഭാവമുണ്ട്, ദൈവിക സ്വഭാവമുണ്ട്. ഇത് രണ്ടും കൊണ്ട് അത് തമ്മിലുള്ള ക്ലാഷ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുണൻ ബന്ധിച്ചു. പിന്നെ അതിന് വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. വരുണപാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, വരുണനെ ഋതം കാക്കുന്ന ദേവനായിട്ട് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഋതം എന്ന് പറഞ്ഞാൽ കോസ്മിക് ഓർഡറാണ്. ആ കോസ്മിക് ഓർഡറാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മളെ ഈ മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില നിയന്ത്രണങ്ങൾ വയ്ക്കുന്നതെല്ലാം, ധർമ്മം എന്ന് പറയുന്നത്, ധാർമ്മികത, ഇതൊക്കെ പിന്നെ ഈ കോസ്മിക് ഓർഡറിൻ്റെ ഒരു ഭാഗമാണ് ഹൈന്ദവരുടെ ഈ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിനെ പിന്നെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന സത്യം അത് പ്രപഞ്ചത്തിൽ എങ്ങനെ പ്രകടമാകുന്നു അതിനെ തന്നെയാണ് ഹിന്ദുക്കൾ ആചരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മം അത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. അപ്പോൾ അതായത് ഈ ബലിയെ അത് കാക്കുന്ന ആളാണ് വരുണൻ. അതുകൊണ്ട് അദ്ദേഹം അതവിടെ നടപ്പാക്കുവാണ്. അതായത് ഈ ബലി ആരാണ്? ഈ പ്രോപ്പർലി ബിലോങ്സ് ടു ദ നെതർ വേൾഡ്, അല്ലെങ്കിൽ ഈ അധോലോകത്തിലെ ഒരു രാജാവാണ് അദ്ദേഹം. അപ്പോൾ അവിടേക്ക് അദ്ദേഹം പോവുകയാണ്. ഇതാണ് കോസ്മിക് ഓർഡർ. കോസ്മിക് ഓർഡറിൽ ആർക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് ചെയ്യുക. ഇപ്പം ഇന്ദ്രന് എന്തൊക്കെ ഫങ്ഷൻസ് ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ഇന്ദ്രൻ ചെയ്യുക. സ്വർഗം ഭരിക്കുന്നതാണ് ഇന്ദ്രൻ. ഇദ്ദേഹം ഈ അധോലോകം ഭരിക്കുന്ന ആളാണ്. അപ്പോൾ വരുണൻ ബന്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഋതം കാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് എന്താണോ വിധിച്ചിട്ടുള്ള ആ ലോകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ
ഈ മഹാബലിയോട് അനീതി ഭഗവാൻ വിഷ്ണു കാണിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒട്ടും കാണിച്ചിട്ടില്ല, അനീതിയേ അല്ല. അതാണ് ഇവിടെ ഈ കഥയുടെ അന്തരാർത്ഥം നമ്മൾ എടുക്കണം. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, ആദ്യം ഈ 3 അടി മണ്ണ് ചോദിച്ചു, കൊടുത്തു. എന്നിട്ട് ശുക്രാചാര്യർ വിലക്കിയിട്ടും അദ്ദേഹം അത് സമ്മതിച്ചു. ആ സത്യസന്ധതയ്ക്ക്, ആ മഹാമനസ്കതയ്ക്ക് അദ്ദേഹം എത്ര വലിയ വലിയ കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങളാണ് വരമായിട്ട് കൊടുക്കുന്നത് മഹാബലിക്ക്. അദ്ദേഹം പറയുന്നത് അടുത്ത മന്വന്തരത്തിൽ, ഇപ്പോൾ നമ്മൾ വൈവസ്വത മന്വന്തരാണ്, അടുത്ത മന്വന്തരത്തിൽ സാവർണി മന്വന്തരത്തിൽ അങ്ങായിരിക്കും ഇന്ദ്രൻ എന്നാണ് പറയുന്നത്. അവിടെ ഇന്ദ്രനാക്കുവാണ്. പക്ഷെ കുറേ കാലം വേണം. അതായത് ഒരു അസുരൻ സുരനായി മാറാൻ എന്ത് വേണം? അതിന് ഈശ്വര സാമീപ്യം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാമീപ്യം കുറേ കാലം ഉണ്ടാകണം. ആ ആത്മപ്രകാശത്തിൽ വസിക്കുമ്പോഴാണ് അസുരൻ സുരനായി മാറുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു പറയുന്നത്, ഞാൻ നിനക്ക് സംരക്ഷണം, നീ സുതലത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അധോലോകത്തിലെ ഒരു ലോകമാണ്, അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ സംരക്ഷണവും സാമീപ്യവും തരാം എന്നാണ്. അപ്പോൾ ആ സാമീപ്യം, ഈശ്വര സാമീപ്യം കൊണ്ട് ഒരാൾക്ക് ഒരു അസുരന് സുരനായി മാറാൻ പറ്റും. അപ്പോൾ അടുത്ത മന്വന്തരത്തിൽ ഇദ്ദേഹനായിരിക്കും ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സുരന്മാരുടെ അധിപനാണ്. അപ്പോൾ അങ്ങനെ ആകാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അശ്വമേധ യാഗം നടത്തി, വിശുദ്ധി യാഗം നടത്തി, അതിൻ്റെയൊക്കെ ഫലം കൊടുക്കുകയാണ് ഇവിടെ. പക്ഷേ കുറച്ചു കാലം വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദ്രനാണ് കൊടുത്തിരിക്കുന്നത് കോസ്മിക് ഓർഡർ. അതിൽ ക്രമഭംഗം വരാൻ പാടില്ല. ഈ ക്രമഭംഗം ഉണ്ടാക്കുന്നവരാണ് ഈ അസുരന്മാർ. അവരെ അടിച്ചോടിക്കുക എന്ന് പറയുന്നത് ക്രമം പാലിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ തന്നെയും ഒരു ധർമ്മം അധർമ്മം തമ്മിൽ ഒരു ക്ലാഷ്, അല്ലെങ്കിൽ മനസാക്ഷിയും നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയും തമ്മിൽ ഒരു ടെൻഡൻസിയും തമ്മിൽ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നല്ല ചിന്ത ജയിക്കണം, സത്ചിന്ത ജയിക്കണം, അത് നമ്മളെ റൂൾ ചെയ്യണം, ആ ചിന്തകളാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അതുപോലെ അപ്പോൾ മനസ്സിൻ്റെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ സ്വസ്ഥത, അതിൻ്റെ ക്രമം സൂക്ഷിക്കുക. അതുപോലെയാണ് പ്രപഞ്ചത്തിലും ഈ കോസ്മിക് ഓർഡർ, അതിനെയാണ് ഋതം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഋതം കാക്കുന്നത് ദേവന്മാരാണ്. അതിൽ വരുണനാണ് പ്രധാന ഒരു സ്ഥാനമുണ്ട്, യമനും വരുണനും പ്രധാന സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വരുണപാശത്താൽ ബന്ധനസ്ഥനായി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതം ഉള്ള പുരാണങ്ങളിലേക്ക് ഏറ്റവും മഹത്തായതായിട്ട് നമ്മൾ കരുതുന്നത് ഭാഗവത പുരാണത്തെയാണ്. അതിലാണ് ഈ ബലിയുടെ കഥ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ അതിലിങ്ങനെയാണ് ചവിട്ടി ഭഗവാൻ അങ്ങ് താഴ്ത്തി വിട്ടു, അങ്ങനെയൊന്നുമില്ലേ. ഒരുപാട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചവിട്ടി താഴ്ത്തുന്നുണ്ടെങ്കിൽ ഇവർ ഇതിനെ മിത്തായിട്ട് എടുക്കാൻ പാടില്ലല്ലോ. ഇതൊരു യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു, അപ്പൊ വാമനൻ അവതരിച്ചു എന്ന് പറയേണ്ടി വരും. ആ സത്യം പറയേണ്ടി വരുമല്ലോ. അതായത് ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച് ചവിട്ടി താഴ്ത്തി എന്ന് പറയും. പക്ഷെ അവതാരവും വിശ്വസിക്കുന്നില്ല, ഭഗവാനെയും വിശ്വസിക്കാത്തവർ ഈ ചവിട്ടി താഴ്ത്തുനിന്ന് മാത്രം എടുക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അപ്പൊ എന്തായാലും ഈ നിരവധി വ്യാഖ്യാനങ്ങളുണ്ടല്ലോ കഥയിൽ വന്നിട്ടുണ്ട്. എന്തായാലും മഹാബലി നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹം ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ലോകങ്ങളെല്ലാം വേർതിരിച്ച് പറയാൻ വേണ്ടി സൗകര്യത്തിന് പറയുന്നതല്ലാതെ ഇത് എല്ലായിടത്തും എല്ലാം സർവ്വവ്യാപനം, ഒരേ ശക്തി വ്യാപിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ മനസ്സിലും ഉണ്ട്, പുറത്തും ഉണ്ട്. അദ്ദേഹമായിരിക്കും ഇനി അടുത്ത ഇന്ദ്രൻ. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി വരും ഓരോ ചിങ്ങമാസം ആകുമ്പോഴും. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ മടങ്ങുന്ന ചക്രവർത്തിയാണ് മഹാബലി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.